എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വർക്കല പാപനാശത്താണ്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസമാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സാർ ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വാട്ടർ സ്പോർട്സുകളൊക്കെ ഉണ്ട്. ഉദ്ഘാടന ദിവസം അന്ന് എനിക്ക് വന്നപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ടർ സ്പോർട്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെറ്റ് സ്കൈ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV, ബനാന ബോട്ട്, ഒട്ടേറെ സ്പോർട്സ് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടെ ചോദിച്ചപ്പോൾ ജെറ്റ് സ്കൈ ഇപ്പം ഇല്ല, അത് ജനുവരി ഒക്കെ ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും സ്പീഡ് ബോട്ടിലും ATVയിലും ഒന്ന് കയറാമെന്ന് ചോദിച്ചപ്പോൾ അതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ജനുവരിയൊക്കെ ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ അവർ പറയുന്നുണ്ട്. ഒരുപാട് സ്പോർട്സ് ഐറ്റങ്ങൾ ഇനി വരാനുണ്ട്. സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് ഒരാൾക്ക് 400 രൂപയാണ്. പിന്നെ ഇതിൽ കയറുന്നതുകൊണ്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. അതുകൊണ്ട് നമുക്ക് 120 രൂപ കൊടുത്ത് അതിൻ്റെ ടിക്കറ്റ് എടുക്കണ്ട. ഒരു സ്പീഡ് ബോട്ടിൽ 5 പേർക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പീഡ് ബോട്ട് യാത്ര കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ തന്നെയാണ് നമ്മളെ സ്പോട്ട്. അവിടെ വന്നിട്ട് വേണം നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ളത്. സ്പീഡ് ബോട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. ഏകദേശം 10-15 മിനിറ്റ് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ചിലവഴിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും റീൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ തിരിച്ച് കരയിലോട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം ATVയിലോട്ട് കയറാനായിട്ട് പോവുകയാണ്.
ബാക്കി കാണുന്നതാണ് ATV. നമുക്കിതുപോലെ മണലിൽ കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാം. അതാണ് ATV. അടുത്തത് ഞാൻ പോണത് ATVയിലാണ്. അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. ഒന്ന് രണ്ട് റൗണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഓടിക്കാനായിട്ട് കഴിയും. ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അങ്ങനെ ATVയിലും കയറിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ബാക്കിയുള്ള വാട്ടർ സ്പോർട്സുകൾ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഞാൻ. എന്തായാലും അതും കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്.